പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു യാത്ര പോയ വിശേഷങ്ങളാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ വിചാരിക്കുന്ന ഒന്നും നടക്കത്തില്ലെന്നേ. രാവിലെ 5:30 മണിക്ക് പോകണമെന്ന് വിചാരിച്ച യാത്ര 8 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിയിൽ ഇവിടെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. കുറേ കമ്പോളങ്ങളും അപ്പോൾ ഇതിൻ്റെ പ്രാർത്ഥനയും എല്ലാം വലിയ സ്റ്റേജും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാട്ടോ. പിന്നെ ഈ ഒരു വഴി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അറിയാതെ അങ്ങ് എടുക്കും. ഈ സ്ഥലത്തെത്തുമ്പം നമ്മളൊന്ന് സ്ലോ ചെയ്യുകയും ചെയ്യേ. ഇത്തവണ എന്തായാലും അവിടെ വണ്ടി നിർത്തിയിട്ട് ഹസ്ബൻഡ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്തില്ല കേട്ടോ. ഇതിനകത്ത് ഇട്ടിട്ടില്ല. നല്ല രസം കേട്ടോ. നല്ലൊരു അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും. പക്ഷേ ഈ ചെടിക്കൊക്കെ ഭയങ്കര വിലയാണെന്ന് തോന്നുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ യാത്ര തുടങ്ങി. ഈ പോകുന്ന വഴിയിലുള്ള ഇതേപോലത്തെ നഴ്സറീസൊക്കെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു വഴിയിൽ, ഇഷ്ടംമാതിരിയുണ്ട്. പിന്നെ അതേ നമ്മൾ ഈ ഒരു തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് മിക്കവാറും കയറുന്ന കടയാണ് ഈ ഒരു കിളിമാനൂരിലുള്ള ആര്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കേട്ടോ. മോൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഭൂരി കഴിച്ചത്. ബാക്കി ഞങ്ങളെല്ലാവരും മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നേ. ഇത്തവണ ഉണ്ടല്ലോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മല്ലിയില ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറും അതുപോലെ തന്നെ വെള്ള ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നേ. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ തക്കാളി ചമ്മന്തിയുടെ ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ലഡു എന്നും പറഞ്ഞൊരു സംഭവം കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നിയിട്ട് എടുത്തതാണേ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഡ്രൈ ആയിരുന്നേ. ഇവിടെ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തുണ്ടല്ലോ ഇഷ്ടംമാതിരി പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ലഡു ഒക്കെ പതുക്കെ കഴിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ശിവരാത്രിയുടെ അന്നാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ വഴിനീളെ ഇഷ്ടം പോലെ കമ്പോളങ്ങളും ഈ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയായിരുന്നു വഴിനീളെ. പിന്നെ ഇഷ്ടം പോലെ തന്നെ ആൾക്കാരുണ്ട് റോഡിലൊക്കെ. അങ്ങനത്തെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാതൊരു പ്രത്യേക ഇഷ്ടം തോന്നും. പണ്ട് ഇതിലേ കൂടെ നടന്നിട്ടുള്ളതും പോയതും ഒക്കെ ഓർമ്മ മനസ്സിൽ വന്നു. ഈ ഒരു സ്ഥലം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പാളയത്ത് ഗണപതിയുടെ അമ്പലവും മോസ്കും ചർച്ചും എല്ലാം കൂടെ അടുത്തടുത്താണ്. അങ്ങനെ ഞങ്ങൾ ആറ്റുകാലാണ് വന്നത് ആദ്യമായിട്ട്. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അകത്ത് കയറിയത്. ഭയങ്കര തിരക്കായിരുന്നു. എന്തായാലും തൊഴുതു. ഉത്സവമൊക്കെ ആവാറായി വരുവാണ്. അതിൻ്റെ ഒരു തിരക്കും കാണുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അമ്മയുടെ ചേച്ചിയുടെ, അതായത് പെരിയമ്മയുടെ വീട്ടിലാണ്. അവിടെ കയറി പോകുമ്പോൾ തന്നെ ഇതുപോലെ ഫിഷ് ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തും ഒരു ചെറിയ ഫിഷ് ടാങ്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേട്ടൻ്റെ വകയാണ് കേട്ടോ. ക്രിയേറ്റീവായിട്ടൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടംപോലെ ചെടികൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെയിലൊക്കെ ഉള്ള സമയത്ത് ചെടികളെയൊക്കെ നോക്കുന്നത് തന്നെ ഭയങ്കര പാടുള്ളൊരു ജോലിയാണ്. പിന്നെ ഞങ്ങളവിടെ ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ കുറേ സമയം നമ്മളവിടെ നിന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ നേരെ പോകുന്നത് ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ, നാത്തൂൻ്റെ വീട്ടിലാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് ഇവിടെ വന്നിട്ട് കുറേ മാസങ്ങളായി. ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നാത്തൂൻ സ്കൂളിൽ ടീച്ചറാണ്, അവിടെ ഇഷ്ടം പോലെ ചെടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെയും കുറേ ചെടികളുമുണ്ട്. കുറേ മീനുകളൊക്കെ ഉള്ളൊരു അക്വേറിയമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്തു. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നത് തന്നെ നല്ലൊരു രസമാണ് കേട്ടോ. ഈ വെള്ളത്തിലൊക്കെ നല്ല തണുപ്പ് ഉള്ളതുകൊണ്ട് കൈയിടാനൊക്കെ തോന്നും. പക്ഷെ എന്തായാലും പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളിതേ ഇനിതേ മുറ്റത്തുള്ള കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ ചെടികളാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട്. പണ്ട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അതായത് മാമൻ ഇവിടെ വരുമ്പം ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ചെടികളുടെയൊക്കെ ഇടയിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നാത്തൂൻ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കാനൊക്കെ പോയപ്പോൾ ഞാനും കൂടെ പോയേ. അപ്പം ഈ ഒരു ചെടി നല്ല രസമുണ്ട് കേട്ടോ. അതിന് അപ്പുറത്തോട്ട് വളരാനൊന്നും സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നടണമെന്നൊക്കെ പറയുവാണേ. ഇഷ്ടം പോലെ ചെടികളുണ്ട്. അത് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട്. ചെടി എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഭ്രാന്താണ് കേട്ടോ നാത്തൂന്. എവിടെ പോയിട്ട് വന്നാലും ഏതെങ്കിലും ഒരു ചെടിയൊക്കെ കയ്യിൽ കാണും. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ജോലി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് സെറ്റപ്പും പറയാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിലോട്ട് പോയി. അവിടെയും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ 3 നാത്തൂന്മാരും ഭയങ്കര ചെടിപ്രാന്തികളാണ്. ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. അവരെ കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇപ്പം ചെടികളെ സ്നേഹിക്കാനും ചെടികൾ നടാനൊക്കെ ഉള്ള താല്പര്യവും. ഞാനിപ്പോൾ നട്ടാൽ കുറച്ച് ചെടികളൊക്കെ വളരുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ ആണെങ്കിലേ വേറെയും ഒരു ചെറിയൊരു അക്വേറിയം പോലെ, ഇത് പണ്ടേ ഉള്ളതാണ് കേട്ടോ. ഈ ഒരു ടാങ്കിൽ കുറേ
മീനുകളൊക്കെ ഉള്ളത്. ഇപ്പോൾ 2 3 മീനേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷേ നെറ്റൊക്കെ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. നല്ല തണുപ്പാണ് ആ ഒരു സ്ഥലത്തൊക്കെ വരുമ്പോഴേ. പിന്നെ ഞങ്ങൾ മേളിലോട്ട് കയറി. ഇവിടെയാണെങ്കിൽ ഇതേപോലെ പുളിഞ്ചിക്കയുണ്ട്, ശീമനെല്ലിക്കയുണ്ട്, പ്ലാവുണ്ട്, പിന്നെ പണ്ട് മാവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞത് ഇവിടെ ആമ്പലൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു വെയിൽ കാരണം വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് വറ്റി പോവുകയാണേ. അത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ കൊട്ടാരക്കരയിലും ഇതുപോലാണ് കേട്ടോ. വെള്ളം നമ്മൾ നിറച്ച് വെച്ചാലും പിന്നെയും പിന്നെയും അങ്ങ് വറ്റി പോവുകയാണേ. അങ്ങനെ ദേ ഇവിടെ നിന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആവാറായി. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചോറും എല്ലാം റെഡിയാക്കി വെച്ചായിരുന്നേ. പിന്നെ അതൊക്കെ പാക്ക് ചെയ്ത് തന്നു വിട്ടായിരുന്നു. പിന്നെ അവിടുന്ന് ചായയും കേക്കും എല്ലാം കഴിച്ചു കുടിച്ചു. അപ്പം ഇനിയിപ്പം മോനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അപ്പം പതിയെയാണ് കേട്ടോ വരുന്നത് ഞങ്ങളെ. ഈ ഒരു സ്ഥലമൊക്കെ നല്ല രസമാണ് കാണാൻ. സിറ്റിയിൽ ഈ അടിപൊളിയായിട്ട് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് നമ്മുടെ ഹനുമാൻ ക്ഷേത്രവും പിന്നെ ഈ തല ഉയർത്തി നിൽക്കുന്ന നിയമസഭാ മന്ദിരമൊക്കെ. ഇവിടെയൊക്കെ വരുമ്പം എത്ര തവണ വീഡിയോ എടുത്താലും ഞാൻ അറിയാതെ എടുത്തു പോകുന്നതാണ്. കാരണം പുതിയ പുതിയ വ്യൂവേഴ്സ് എന്തായാലും കാണുമല്ലോ, അവർക്കും കാണുമ്പം ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലെ തിരക്കുള്ള സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പം ഭയങ്കര മോനാണ് കേട്ടോ ഓടിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പതിയെയാണ് നമ്മൾ വന്നത്. അങ്ങനത്തെ നമ്മൾ കൊട്ടാരക്കര എത്തി. നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.